ഒരു കുടുംബത്തിന്റെ വിളക്കായും ഐശ്വര്യമായുമാണ് ഭാര്യയെ കരുതുന്നത്. സുഖത്തിലും ദുഃഖത്തിലും ഭർത്താവിനൊപ്പം നിൽക്കുന്നവളും മക്കളെയും കുടുംബത്തെയും സ്നേഹത്തോടെ ചേർത്തു നിർത്തുന്നവളുമാണവൾ. താങ്ങും തണലും അഥവാ സപ്പോർട്ട് സിസ്റ്റം. ജീവിതത്തിലെ പ്രതിസന്ധിഘട്ടങ്ങളിൽ ഭർത്താവിനും കുടുംബത്തിനും മാനസികമായ ധൈര്യം നൽകുന്നതിൽ ഭാര്യ വഹിക്കുന്ന പങ്ക് വലുതാണ്. പുറം ലോകത്തെ തിരക്കുകൾക്കും സമ്മർദ്ദങ്ങൾക്കും ശേഷം ഭർത്താവിന് സമാധാനം ലഭിക്കുന്നത് അവളുടെ സാമീപ്യത്തിലാണ്. അതുകൊണ്ടാണ് അവളെ അർദ്ധാംഗിനി എന്ന് വിളിക്കുന്നത്. സ്നേഹത്തിന്റെ ചരട്, ദ ബോണ്ട്. മുതിർന്നവരും കുട്ടികളുമടങ്ങുന്ന കുടുംബാംഗങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന കണ്ണിയാണവൾ. മക്കൾക്ക് ആദ്യത്തെ ഗുരുവും സ്നേഹനിധിയായ അമ്മയുമാണ്. മാതാപിതാക്കൾക്ക് മകളേക്കാൾ കരുതലോടെ നോക്കുന്ന മരുമകൾ. കുടുംബത്തിന് ചിട്ടയും അച്ചടക്കവും ശീലമാക്കുന്ന ഭരണാധികാരി. ക്ഷമയുടെ പ്രതീകം, സിംബിൾ ഓഫ് പേഷ്യൻസ്. പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും കുടുംബത്തിനു വേണ്ടി മാറ്റിവെക്കുന്നവളാണ് ഭാര്യ. എല്ലാവരും ഉണ്ടുമുറങ്ങിയും കഴിഞ്ഞ ശേഷവും ആ വീടിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കി ഏറ്റവും ഒടുവിൽ ഉറങ്ങാൻ കിടക്കുന്നതും അവളാണ്. ഒരു വീട് കെട്ടിടമാകുന്നത് സിമന്റും കല്ലും കൊണ്ടാണ്. എന്നാൽ അതൊരു ഭവനമായി മാറുന്നത് അവിടെ സ്നേഹമുള്ളൊരു സ്ത്രീ അഥവാ ഭാര്യ അമ്മ ഉണ്ടാകുമ്പോഴാണ്. 1. പൂർണ്ണതയുടെ പ്രതീകം അഥവാ കംപ്ലീറ്റ്നെസ്. നമ്മുടെ പാരമ്പര്യത്തിൽ ശിവനും പാർവതിയും ചേർന്നുള്ള അർദ്ധനാരീശ്വര സങ്കല്പമുണ്ട്. പുരുഷൻ പ്രകൃതിയില്ലാതെയും പ്രകൃതി പുരുഷനില്ലാതെയും അപൂർണമാണെന്നാണ് അതിന്റെ അർത്ഥം. ഭർത്താവിന്റെ ബലഹീനതകളിൽ അവൾ കരുത്തായും അവളുടെ സങ്കടങ്ങളിൽ അവൻ തണലായും മാറുമ്പോഴാണ് ജീവിതം പൂർണ്ണമാവുന്നത്. 2. മൗനം പോലും തിരിച്ചറിയുന്നവൾ. പുറം ലോകത്തെ തിരക്കുകൾ കഴിഞ്ഞുവരുന്ന ഭർത്താവിന്റെ മുഖമൊന്നു വാടിയാൽ പോലും ഒന്നും ചോദിക്കാതെ തന്നെ അത് മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് സാധിക്കാറുണ്ട്. ആ സമയത്ത് അവൾ നൽകുന്ന ഒരു ചെറിയ സാന്ത്വനവാക്കോ ഒരു പുഞ്ചിരിയോ മതിയാകും ആ ദിവസത്തെ മുഴുവൻ ക്ഷീണവും മാറ്റാൻ. 3. സഹധർമ്മിണി, പാർട്ട്ണർ ഇൻ ധർമ്മ. സുഖത്തിലും ദുഃഖത്തിലും മാത്രമല്ല, ശരികളിലും തെറ്റുകളിലും ഭർത്താവിനെ തിരുത്താനും നയിക്കാനും അവൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് അവളെ സഹധർമ്മിണി എന്ന് വിളിക്കുന്നത്. ഒരു മന്ത്രിയെപ്പോലെ ഉപദേശിക്കാനും അമ്മയെപ്പോലെ സ്നേഹിക്കാനും അവൾക്കാകും. ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നിന്റെ കൈപിടിച്ച് ഞാനുണ്ട് കൂടെ എന്നു പറയാൻ ഭാര്യ കൂടെയുണ്ടെങ്കിൽ ഏത് യുദ്ധവും ജയിക്കാം. 1. ധർമ്മവഴിയിലെ വഴികാട്ടി, സഹധർമ്മിണി. ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങളെടുക്കുമ്പോൾ ഭയമോ മടിയോ കൂടാതെ ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യവും ആർജവവും ഭാര്യയ്ക്കുണ്ടാവണം. വെല്ലുവിളികളുണ്ടാകുമ്പോൾ ഭർത്താവിനൊപ്പം ധർമ്മത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നവളാണ് യഥാർത്ഥ സഹധർമ്മിണി. 2. മന്ത്രിയുടെ ഉപദേശം, ദ മിനിസ്റ്റേഴ്സ് കൗൺസിൽ. കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിലും ഭാവി പദ്ധതികളിലും ബന്ധങ്ങൾ നിലനിർത്തുന്നതിലും ബുദ്ധിപരമായ ഉപദേശം നൽകുന്നവളാണ് മന്ത്രിയെപ്പോലെയുള്ള ഭാര്യ. മന്ത്രിയുടെ ഉപദേശം എപ്പോഴും സത്യസന്ധവും രാജ്യത്തിന്റെ അഥവാ കുടുംബത്തിന്റെ നന്മ മാത്രം ലക്ഷ്യമിട്ടതുമായിരിക്കും. അതുപോലെയാണ് ഭാര്യയുടെ ഉപദേശങ്ങളും. വിവേകം ആണ് ഈ റോളിലെ പ്രധാന ഘടകം. 3. അമ്മയുടെ സ്നേഹം, ദ മദേഴ്സ് ലവ്. വിധികൾക്കതീതമായ പ്രതിഫലമിച്ഛിക്കാത്ത വാത്സല്യമാണ് അമ്മയുടെ സ്നേഹം. ലോകം മുഴുവൻ കൈവിട്ടാലും സ്വന്തം ഭർത്താവിനെ ചേർത്തുപിടിച്ച് സാന്ത്വനിപ്പിക്കാനുള്ള കഴിവ് അമ്മയെപ്പോലുള്ള ഭാര്യയ്ക്കുണ്ട്. ഇവിടെ ക്ഷമയും കരുതലും പ്രധാനമാണ്. ബുദ്ധിയിൽ മന്ത്രി, സേവനത്തിൽ വേലക്കാരി, ഭംഗിയിൽ ലക്ഷ്മി, ക്ഷമയിൽ ഭൂമി, സ്നേഹത്തിൽ അമ്മ. ഈ ഗുണങ്ങൾ ചേർന്നവളാണ് ഉത്തമയായ ഭാര്യ. പഴയകാല കൃതികളിലെ ഒരു ശ്ലോകസാരം. കുടുംബം എന്ന സ്ഥാപനത്തെ ഒരു ചെറു രാജ്യമായി കണക്കാക്കിയാൽ അതിന്റെ ധനകാര്യമന്ത്രിയും ആസൂത്രണ മന്ത്രിയും ഭാര്യ തന്നെയാണ്. അവളുടെ ഉപദേശം ബുദ്ധിപരമാകുന്നതിന്റെ കാരണങ്ങൾ ഇവയാണ്. 1. സാമ്പത്തിക ക്രമം. പുറത്തുനിന്ന് പണം സമ്പാദിക്കുന്നതിൽ ഭർത്താവ് ശ്രദ്ധിക്കുമ്പോൾ അതെങ്ങനെ ചെലവഴിക്കണം, എത്രമാത്രം ലാഭിക്കണം, ഏതാവശ്യത്തിന് മാറ്റിവെക്കണം എന്ന കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്നത് ഭാര്യയാണ്. അതുവഴി കുടുംബം കടക്കിണിയിൽ വീഴാതെ അവൾ സംരക്ഷിക്കുന്നു. 2. ദീർഘവീക്ഷണം. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, സ്വന്തമായൊരു വീട് എന്നീ ഭാവി ആവശ്യങ്ങളെക്കുറിച്ച് ഭർത്താവിനെ ഓർമ്മിപ്പിക്കുകയും അതിനായുള്ള തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നത് ഭാര്യയാണ്. തന്റെ ഉപദേശം വഴി കുടുംബത്തിന് വേണ്ട ദീർഘവീക്ഷണം അവൾ നൽകുന്നു. 3. സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുന്നൽ. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽക്കാർ എന്നിവരുമായുള്ള ബന്ധങ്ങൾ തകരാതെ കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഭാര്യയുടെ ഇടപെടലുകളാണ്. ഏതു ബന്ധം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അവളുടെ ഉപദേശം കുടുംബത്തിന്റെ സാമൂഹിക നിലനിൽപ്പിന് അത്യന്താപേക്ഷണമാണ്. അതുകൊണ്ട് ഒരു മന്ത്രിയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടാണ് ഇവിടെ ഭാര്യയ്ക്ക് തുണയാകുന്നത്. ബന്ധങ്ങളുടെ പാലം, ഭാര്യയുടെ പങ്ക്. 1. സാമൂഹിക നിലനിൽപ്പിന്റെ താക്കോൽ, വൈകാരിക ബുദ്ധി,
അഥവാ ഇമോഷണൽ ഇന്റലിജൻസ്. ഏത് ബന്ധത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, എവിടെയാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, എവിടെയാണ് അഭിപ്രായം പറയേണ്ടത് എന്നിങ്ങനെ തീരുമാനിക്കാനുള്ള വൈകാരികമായ കഴിവ് ഭാര്യയ്ക്കുണ്ട്. അനുരഞ്ജന ശ്രമങ്ങൾ. കുടുംബാംഗങ്ങൾക്കിടയിലോ അയൽക്കാർക്കിടയിലോ ഉണ്ടാകുന്ന ചെറിയ പിണക്കങ്ങൾ വലുതാകാതെ സ്നേഹത്തോടെയും ക്ഷമയോടെയും പരിഹരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അവളാണ്.